ഫേസ് ടു ഫേസിൽ ഇന്ന് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അതിഥിയാണുള്ളത്. ശ്രീ ജോണ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. 17-ാം വയസ്സ് മുതൽ കടലിനെ അറിയുന്ന ഒരു മത്സ്യത്തൊഴിലാളി. മത്സ്യബന്ധനം, കടലിൻ്റെ സ്വഭാവങ്ങൾ, അവിടുത്തെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ ജോൺ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം ഒരു ലൈഫ് ഗാർഡായി പ്രവർത്തിച്ച അനുഭവം, കടലിൽ അപകടത്തിൽപ്പെട്ടു പോകുന്നവരെ രക്ഷിക്കാൻ നടത്തിയ യാത്രകളുടെ കഥകൾ, അനുഭവങ്ങൾ, ഇതൊക്കെയായി ജോൺ നമ്മോടൊപ്പം ഉണ്ടെന്ന് ജോണിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. എത്ര വയസ്സിലാണ് ആദ്യം കടലിൽ പോകുന്നത്? ഞാനൊരു 17 വയസ്സ് തൊട്ട് പോകുന്നുണ്ട്. അപ്പനുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കടലിനെ പറ്റി ഒന്നും വലുതായിട്ട് അറിയാത്തത് കൊണ്ട് അപ്പൻ നമ്മൾ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടി ആണ് കൊണ്ടുപോയത്. അപ്പനാണ് നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പനാണ് നമ്മളെ ആദ്യം കൊണ്ടുവന്ന്. അപ്പം നമുക്ക് സപ്പോർട്ടാണ്. ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ പേടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ്. ഈ കടലിലേക്ക് പോകാൻ സത്യത്തിൽ ഭയമുണ്ടോ ആദ്യം? ഭയം എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലല്ല. നമ്മൾ കടലിലോട്ട് പോയി കഴിയുമ്പോൾ കടൽ ചിലപ്പം 1 മീറ്റർ ഉയരമുള്ള കടൽ ചിലപ്പം 10 മീറ്റർ വരെ ഉയരുന്ന സാഹചര്യമുണ്ട്. എവിടെ നിന്നാണ് കടലിലേക്ക് ആദ്യം പോകുന്നത്? ഞാൻ കടലിൽ ആദ്യമായിട്ട് പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ അപ്പൻ്റെ കൂടെ ചാവക്കാട് ആ സ്ഥലത്ത്. നിങ്ങളുടെ സ്ഥലം ശരിക്കും കൊല്ലം ജില്ലയിലല്ലേ? കൊല്ലം ജില്ലയിലാണ്. അന്ന് ചാകരയിൽ പണിക്ക് പോകുന്ന സമയമാണ്. അന്ന് നമ്മുടെ നീണ്ടാര അഴി മുഖമുള്ളു. അവിടെ ഈ കടലുള്ള സമയത്തൊന്നും പോകത്തില്ല. ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള ഒരു മേഖലയാണ് നീണ്ടാര. ശരി. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് കടലിൻ്റെ അടിത്തട്ടി മൊത്തം കല്ലാണ്. നമ്മുടെ വെട്ടുകല്ലിൻ്റെ കല്ലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ചെറിയൊരു തിരമാല വരുമ്പോഴും 10 മീറ്റർ 8 മീറ്റർ ഉയരം ഉണ്ടാവും. പിതാവൊക്കെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാനിപ്പോഴും പോകുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ ബേസിലാണ് പോകുന്നത്. അതായത് നിങ്ങൾ പോകുന്ന വാഹനത്തിന്റെ വ്യത്യാസം എന്താ? ബോട്ടിന്റെ വ്യത്യാസം എന്താ? വള്ളങ്ങളിലാണ് ആദ്യം നമ്മൾ. എത്ര നീളം ഉണ്ടാവും? നീളം എന്ന് പറയുമ്പോഴത്തേക്ക് വള്ളത്തിനൊരു 32 അടി. 32 അടിയുള്ളൂ. എത്ര പേരതെ പോകും? അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴൊക്കെ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 32-40 ആൾ മിനിമം വേണം. ഈ 32 അടിയുള്ള ബോട്ടിൽ വള്ളത്തേല് 32 പേരൊക്കെ ഉണ്ടാവും? അല്ല, 32 അടി ബോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യ കാലഘട്ടത്തിലുള്ളതാണ്. നമ്മൾ ആദ്യം പണിക്ക് പോയ സമയത്തൊക്കെയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പം ഫിഷിങ്ങിന് പോകുന്ന വള്ളത്തിന് ഏകദേശം എത്ര നീളം വരെ? 72 അടി നീളമാണ് ഏറ്റവും ഇപ്പം ആവറേജ് ഉള്ളത്. ശരാശരി 72 അടി നീളം. വള്ളക്കാരെന്ന് പറയുമ്പോൾ ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നത്. ബോട്ടെന്ന് പറയുമ്പോൾ ആഴക്കടലിൽ അടിത്തട്ടിക്കൂടെ ആണ് റോളിംഗ് നടത്തുന്നത്. ഇതാണ് വ്യത്യാസമുള്ളത്. അത്തരം ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ ഉള്ളതെന്ന് പറയുന്ന വലിയ കമ്പനികളോ സ്ഥാപനങ്ങളോ ഒക്കെ ആയിരിക്കും നടത്തുന്നത്, അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളായിരിക്കും നടത്തുന്നത്. സമ്പന്നരായ ആൾക്കാരാണ് നടത്തുന്നത്. പിന്നെ ഇപ്പം മുമ്പ് സ്രാങ്ക് ഉണ്ട്. സ്രാങ്കിന്റെ കൂടെ 5 തൊഴിലാളി 6 തൊഴിലാളിയാണ് ബോട്ടിൽ പോകുന്നത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ 12-14 ആൾ വേണം. അത്രയ്ക്ക് വലിയ സാധനങ്ങളും വലയ്ക്കും എല്ലാം വെയിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആള് ഉണ്ട്. അപ്പോൾ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് പരമാവധി 72 അടി നീളമുള്ള വള്ളങ്ങൾ തന്നെയാണ്. വള്ളങ്ങളെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇൻബോർഡ് വള്ളങ്ങളാണ് ഇപ്പോൾ എൻ്റെ പേര്. നേരത്തെ ഈ എഞ്ചിൻ നമ്മൾ വള്ളത്തിനകത്ത് തന്നെ ഘടിപ്പിച്ചതാണ്. അപ്പോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ചൈന എഞ്ചിനാണ് സാർ. അത് നേരത്തെ ഉണ്ടായിരുന്നത് ഔട്ട്ബോർഡ് എഞ്ചിനുകളായിരുന്നു. ഔട്ട്ബോർഡ് എഞ്ചിനാണ്, അതായത് വള്ളത്തിന്റെ പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അന്നൊക്കെ എത്ര പേര് പോകുമായിരുന്നു? അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 18 പേര് 19 പേരൊക്കെ. അപ്പോൾ അന്നൊക്കെ എന്ന് പറയുമ്പോൾ കുറഞ്ഞ വലകളേ ഉള്ളു. ഇപ്പോഴാണ് ഈ വള്ളങ്ങളിൽ വയ്ക്കുന്ന വല 1 കിലോമീറ്ററിന്റെ അടുത്ത് ചുറ്റളവ് കാണും. ശരി, അത്രയ്ക്ക് വലുതാണ്. അപ്പൊ ഒരിടത്ത് ഇട്ടിട്ട് നിങ്ങൾ അങ്ങനെ പോവുകയാണ്, കറങ്ങുകയാണോ? ആണ്. 2 ആള് ഇതിന്റെ തലയുമായിട്ട് വെള്ളത്തിലോട്ട് ചാടുകയാണ്. എന്നിട്ട് ബോട്ട് ഓടി ഇയാളെ എടുക്കുകയാണ്. അതായത് 2 ആള് വലയുടെ ഒരറ്റമായിട്ട് ഒരിടത്ത് കടലിൽ ചാടും. അത് കഴിഞ്ഞ് വള്ളം ഇങ്ങനെ ഓടി ഒന്ന് കറങ്ങി ഏതാണ്ട് 1 കിലോമീറ്റർ മിച്ചം കറങ്ങി തിരിച്ച് ഇവരുടെ അടുത്ത് തന്നെ വരും. അപ്പം വല ഒരു വളയം ആയിട്ട് കടലിൽ രൂപപ്പെടും അല്ലേ? അങ്ങനെ. എന്നിട്ട് ഇതിനകത്ത് കുടുങ്ങുന്ന മത്സ്യത്തെ പിന്നെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടാണോ ഇതെങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇതിന്റെ റിങ്ങിനകത്തുള്ള റോപ്പുണ്ട്, വലിയ റോപ്പുണ്ട്. അത് ബീച്ചിനകത്ത് കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുരുക്കിയെടുക്കുകയാണ്. ചുരുക്കിയെടുക്കുന്നത് 2 സൈഡിലും കൂടെ തൊഴിലാളിയിൽ നിന്ന് വല വലിച്ചിട്ട് ഈ നടുക്ക് കൊണ്ടുവന്നിട്ട് മീനെ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ മീനുള്ള ഒരു സീസണിലാണെങ്കിൽ ഇതിനകത്ത് എത്ര മീനൊക്കെ ഉണ്ടാവും? സാധാരണ എന്ന് പറയുമ്പോൾ മിനിമം എന്ന് പറയുമ്പോൾ നമുക്കൊരു 500 കിലോ മീനെങ്കിലും കിട്ടും. ആ രീതിയിലുള്ള ആണ്. അത് ഒറ്റ തവണ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണോ, അതോ ഇത് ഒരു യാത്രയിൽ പലതവണ ഇത്തരത്തിൽ ഇങ്ങനെ വലയിടുവോ? അത് നമ്മൾ മീനുള്ള അനുസരിച്ച് ഇത് 1 മണിക്കൂർ എടുക്കും. ഒരു വലയെടുത്ത് ഇത് കുറ്റി കോരി എടുത്തിട്ട് പിന്നെ ഇത് തിരിച്ച് പഴയതുപോലെ പുറവ് വലിച്ചു വെക്കും. അതിന് 1 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ചില സമയത്ത് മീന് കൂട്ടമായിട്ട് വരും. ഈ കൂട്ടമായിട്ട് വരുമ്പോൾ മേളിൽ
ഈ പ്രതലത്ത് വരും, ഈ കടലിൻ്റെ മേൽത്തട്ടി വരും. അതിന് ഞങ്ങൾ പറയുന്നത് ഉപരിതലത്തിൽ മീൻ വരുന്നതിന് ഇതിന് തിരവട്ട് വരികയാണ്. അപ്പോൾ ഈ കാറ്റ് പോലെ ഒരു ഓളം പോലെ വരുമ്പോഴത്തേക്ക് ഈ മീൻ കണ്ടുകൊണ്ട് ഈ മീനെ നമുക്ക് പിടിക്കാനുള്ള അധികാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വള്ളത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ വ്യക്തിയാണ് ഇതിനെ വല പെയ്യുവാനുള്ള ഓർഡർ തരുന്നത്. അതായത് അണിയത്ത് നിൽക്കുന്ന ആളാണ് ഇതിന്റെ ഉപരിതലത്ത് മീനെ കാണുമ്പോൾ ചെയ്യുന്നത്. അയാൾക്കറിയാം എവിടെ മീൻ പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ അയാൾ പറയുന്നതനുസരിച്ചായിരിക്കണം ഇയാള് വെള്ളത്തിലോട്ട് ഇതിന്റെ വലയുടെ എൻഡും കൊണ്ട് പോകാൻ. അപ്പൊ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാള് ഈ അണിയത്ത് എപ്പോഴും ഉണ്ടാവും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ ഉപരിതലത്തിൽ ഇങ്ങനെ വരുന്ന മത്സ്യത്തെ പിടിക്കാൻ ആണ് കൂടുതലും പോകുന്നത് അല്ലേ? അവർ ആഴക്കടലിലേക്കൊന്നും പോകാറില്ല. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഈ ട്രോളിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് മറ്റേ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ട് തന്നെയാണ് പോകുന്നത് അല്ലേ? ആ ഫിഷിംഗ് ബോട്ട് ആണ് പോകുന്നത്. ഈ നിങ്ങൾ മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഒരു വള്ളത്തിലാണോ പോകുന്നത്? അല്ല, ഞങ്ങൾ ഒരു വള്ളത്തിലല്ല. ആ വള്ളത്തിന്റെ കൂടെ 2 വള്ളം കൂടെ കാണും, ഇതിനെ സഹായിക്കാനുള്ള 2 വള്ളങ്ങൾ കാണും. അപ്പൊ അങ്ങനെ ഈ 2-3 വള്ളങ്ങൾ ചേർന്നാണ് നിങ്ങൾ കടലിലേക്ക് പോകുന്നത്, കടലിലോട്ട് പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു ടീമിൽ ഈ വലിയ വള്ളം, മുമ്പിൽ പോകുന്ന വള്ളം അവിടെ കിടക്കും, അത് മീൻ പിടിച്ചോണ്ടേയിരിക്കും. എന്നിട്ട് ഈ കൂടെ പോകുന്ന വള്ളങ്ങൾ പിടിച്ച മീനുമായിട്ട് കരയ്ക്കോട്ട് വരും. ആദ്യം പോകുന്ന വള്ളം അല്ലെങ്കിൽ മുമ്പിൽ പോകുന്ന പ്രധാന വള്ളം എത്ര സമയമൊക്കെ കഴിഞ്ഞാണ് സാധാരണ തിരിച്ചു വരിക? അവര് ഒരു 10 മണിക്കൂർ 8 മണിക്കൂർ രാവിലെ പോയാൽ ചിലപ്പോൾ മീൻ തുടരെ കാണാനുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് ഇറങ്ങത്തുള്ളൂ. എന്തായാലും പരമ്പര മത്സ്യത്തൊഴിലാളി പകല് മാത്രമേ മത്സ്യബന്ധനം ചെയ്യുന്നുള്ളൂ, രാത്രി പോകാറില്ല. പിന്നെ ചില മാസങ്ങളിൽ ഒരു 3 മണിക്കൊക്കെ പോയിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങും. വെളുപ്പിന് 3 മണിക്കൊക്കെ പോകും. പിന്നെ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് മീൻ അടിയിൽ നിന്നാലും കാണാനുള്ള ഉപകരണമുണ്ട്, അത് എക്കോ സൗണ്ടർ എന്ന് പറയും. അതൊക്കെ നിങ്ങളുടെ ബോട്ടിലുണ്ട്. എക്കോ സൗണ്ടർ ഉണ്ട്, പിന്നെ GPS ഉണ്ട്. ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എത്ര ആഴത്തിൽ വരെയുള്ള മത്സ്യം പിടിക്കും? ഒരു 25 മീറ്റർ ആഴം വരെ പോകും. ഞങ്ങൾ ഇങ്ങനെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ 1.5 മീറ്ററാണ് ഒരു ആഴവട്ട് കൂട്ടുന്നത്. അങ്ങനെ നമ്മൾ 25 ഭാഗം വെള്ളം വരെ പോകുന്ന ഇങ്ങനെ പറയുന്നത്. 25 ഭാഗത്തിലാണ് ഇന്ന് വലയടിച്ചത്. അപ്പൊ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് നമ്മൾ 12 ഭാഗത്തിലാണ്, 10 ഭാഗത്തിലാണ്. എന്നാലും ഏറ്റവും കൂടുതൽ വരെ പോകുന്ന 25, 27 ഒക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ഒരു ദിവസം രാവിലെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുമല്ലോ. എവിടെയാണ് മീനുണ്ട്, അതോ എല്ലാ ദിവസവും ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ അങ്ങ് പോവുകയാണ് ചെയ്ത് സാധാരണ? അല്ല, നമ്മൾ അങ്ങനല്ല. ഇത് പോകുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തലേ ദിവസം മീൻ പിടിച്ചതും കണക്കാക്കി ഇതിൻ്റെ വെള്ളമൊഴുക്കും കാര്യങ്ങളനുസരിച്ചിട്ട് നമുക്ക് ഇന്ന് വടക്ക് ഭാഗത്തോട്ട് പോയാൽ മീൻ കാണും എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നെ ഇപ്പോൾ മുന്നേ പോയാലും വലയടിക്കുമ്പോൾ നമുക്ക് വാക്കറ്റൊക്കെ കൂടെ ഇത് കേൾക്കാൻ പറ്റും. അതായത് മുമ്പേ പോയ ആളുകളും പറയും അല്ലേ, ഇന്നടത്ത് മീനുണ്ട്, ഞങ്ങൾ വല കോരി. അപ്പൊ നമ്മൾ വിളിച്ചു ചോദിക്കും നിങ്ങൾ ഏത് സൈഡ് വെച്ചാണ് വല ഇത് വെള്ളത്തിലേക്ക് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ പറയും ഞങ്ങൾ ഇന്ന സൈഡ് അടിച്ചത്. അപ്പൊ മീൻ വലയിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് മീൻ കാണുന്നു നമ്മൾ. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പൊസിഷൻ അടിക്കും. അപ്പൊ ആ പൊസിഷനിലാണ് മീൻ കിട്ടുന്നതെങ്കിൽ പിന്നീട് വരുന്നവരെല്ലാവരും ആ പൊസിഷനിലാണ് അടിക്കുന്നത്. അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പരസ്പരം ആശയവിനിമയം നടത്തിയാണ് എവിടെ മീനുണ്ട് എവിടെ മീനില്ല എന്ന് അറിയുന്നത്. എന്നിട്ട് ഇപ്പം വിളിച്ച് പറയും, നമ്മൾ ചോദിക്കും ഞങ്ങൾ ഇന്ന സൈഡിലോട്ട് പോവുകയാണ്, നിങ്ങൾ എതിർ സൈഡിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മീനെ പിടിക്കാനായിട്ട് വല ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറയും. അപ്പോഴത്തെ സ്രാങ്ക് വിളിച്ച് ചോദിക്കും ഏത് സൈഡാണ്, എങ്ങനെ വെച്ചത്, വെള്ളം ഒഴുക്കുണ്ടോ, കാറ്റുണ്ടോ. എന്നിട്ട് മത്തിയാണെങ്കിൽ ഇത് വെള്ളത്തിന് ഈ വലയെല്ലാം ഇങ്ങനെ പതച്ച് പൊങ്ങി വരും. അപ്പം ചോദിക്കും മത്തി വലയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് അവര് ചിന്തിക്കും ഈ സൈഡാണല്ലോ വല കോരിയത്, അപ്പം ആ സൈഡ് തന്നെ കോരും. പലതരം മീനുകളുണ്ടല്ലോ, അത് ഓരോന്നും കൂട്ടം കൂടിയായിട്ടാണോ വസിക്കുന്നത്? കൂട്ടം കൂടി തന്നെ വരുന്നത് അല്ലേ? മിക്കവാറും ഇനം തിരിഞ്ഞു തന്നെ വരുന്നത്. അപ്പൊ നമ്മൾ വലയിടുമ്പോൾ ഒരു പ്രദേശത്ത് കിട്ടുന്നത് മത്തിയാണെങ്കിൽ അവിടുന്ന് മത്തി തന്നെയായിരിക്കും വരുന്നത് കിട്ടുക. അതിനൊരു സീസൺ ഉണ്ട്, മത്തിക്കൊരു സീസൺ, അയലക്കൊരു സീസൺ ഉണ്ട്. അങ്ങനെ അപ്പൊ അയല കിട്ടുന്ന സ്ഥലത്ത് അയല കിട്ടുന്ന സീസണിൽ ചെന്നാൽ അയല തന്നെയായിരിക്കും. പിന്നെ അപൂർവമായിട്ട് നല്ല നല്ല ഇനം മീനൊക്കെ കാണും ചിലപ്പോൾ കിട്ടുന്നതാണ്. അത് ചിലപ്പോൾ കറിക്കെടുക്കും, അല്ലെങ്കിൽ അത് പ്രത്യേകം അത് വേർതിരിച്ചിട്ട് വിൽക്കും. കടലിൽ പോകുമ്പോൾ ആദ്യം 17ാമത്തെ വയസ്സിലാണ് പോയതെന്ന് പറയുന്നു. അതിനൊക്കെ മുമ്പ് നിങ്ങൾ കടലിലിറങ്ങി കളി, കുളി ഒക്കെ അല്ലെങ്കിൽ നീന്തല് ഇതൊക്കെ പരിശീലിച്ചിട്ട് തന്നെയാണോ ഇപ്പോൾ? പരിശീലിച്ചാണ് മിക്കവാറും എല്ലാവരും. നമ്മൾ ഈ വെക്കേഷൻ സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കടൽ കുളി എന്ന് പറഞ്ഞു. ഈ സാധാരണ ഏത് പ്രായത്തിലാണ് സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ ഈ മത്സ്യബന്ധന തൊഴിലിലേക്ക് ഏർപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടനുസരിച്ച്
ആണ് പണിക്ക് പോകുന്നത്. ഇപ്പം ഞാനൊക്കെ വരുമ്പോഴത്തേക്ക് 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ മത്സ്യബന്ധന ബുക്കിനൊക്കെ അർഹതയുള്ള. അതിനൊരു പെർമിഷൻ വേണോ? പെർമിഷൻ ഉണ്ട്. മത്സ്യത്തൊഴിലാളിക്ക് പോകുന്നതിന് മത്സ്യത്തൊഴിലാളിയുടെ അംഗത്വമാകണം. മിക്കവാറും എല്ലാവരും പണിക്ക് പോയി കഴിഞ്ഞിട്ട് അംഗത്വം എടുക്കത്തില്ല. 18 വയസ്സ് കൊണ്ട് നമുക്കൊരു ബുക്കുണ്ട്. അതാണ് അതിന്റെ. അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യഫെഡിൽ നിന്ന് ഒരു അനുമതി പത്രം വേണം, ഒരു ലൈസൻസ് വേണം. ഉണ്ട്. പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബാഡ്ജ് പോലുള്ള ഐഡന്റിറ്റി കാർഡൊക്കെ ഉണ്ട്. അതിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ പോകുന്നവർക്ക് എല്ലാം ഈ ബാഡ്ജൊക്കെ കിട്ടാറായി തന്നെയാണ് പോകുന്നത്, അതോ അതിന് ചെറുപ്പത്തിൽ തന്നെ പോകുമോ? അല്ല, ഇത് നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്ന ബോട്ടിൽ പോകുന്നു പറഞ്ഞാൽ ആ ബോട്ടിന്റെ പേപ്പർ വെച്ചിട്ടൊക്കെ അപേക്ഷ കൊടുത്താൽ നമുക്ക് ഇതിന്റെ ലൈസൻസ് 18 വയസ്സെങ്കിലും വേണ്ടേ? 18 വയസ്സ് വേണം. അപ്പൊ നമ്മളൊരു 17-16 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ പോയി തുടങ്ങും പലരും. പോയി തുടങ്ങിയിട്ട് അതിനു മുമ്പ് നീന്തൽ അറിയാവുന്നവരെയാണ് കൊണ്ടുപോകത്തുള്ളൂ കൂടുതലും. പിന്നെ വലിയ വലിയ വള്ളങ്ങൾ വന്നപ്പോൾ നീന്തൽ അറിയാത്തവരും ഉണ്ട്. പക്ഷേ ഈ നീന്തൽ അറിയാത്തവരെ മറ്റുള്ളവരെ എപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഈ ആദ്യം അച്ഛൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞല്ലോ, അന്ന് എത്ര പേരുണ്ടായിരുന്നു അന്ന് ആ വള്ളത്തില്? അന്ന് 28 പേരൊക്കെ ഉള്ളു. 28 പേരുടെ കൂടെയാണ് കൂടെ പോകുന്നത്. ആദ്യത്തെ യാത്ര ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ യാത്ര ഓർക്കുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെല്ലുന്ന ഒരു വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു കടമയാണ്. അപ്പൊ ഈ ചടങ്ങാണ്, അത് പ്രത്യേക ഒരു ചടങ്ങാണ്. അത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും വെള്ളത്തിൽ ഇറങ്ങുകയാണ്, കമ്പായും കൊണ്ടുപോകണം. ഈ കമ്പായ എന്ന് പറഞ്ഞ സാധനം എന്താ? റിങ് റോപ്പ് ഉണ്ട്, വലിയ റോപ്പ്. റോപ്പിലാണ് ഈ വല ചുരുങ്ങി വരുന്നത്. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും ഈ റോപ്പുമായിട്ട് പിടിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങണം, ഞങ്ങൾ വല കറങ്ങി വരുമ്പോൾ ഈ റോപ്പ് നമുക്ക് തരണം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ചടങ്ങുണ്ടോ കടലിലേക്ക്? പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങുകളൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാക്കും. മുതിർന്നവർ പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇതിനകത്ത് സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ഇപ്പം പെട്ടെന്ന് ചാടുമ്പോഴത്തേക്ക് റോപ്പൊക്കെ നമ്മുടെ പുറത്ത് വന്ന് വീഴും. അതിനൊക്കെ ഒരു ആദ്യം പോകുന്നവരെയൊക്കെ ഈ റോപ്പായിട്ട് ചാടാനൊക്കെ അനുവദിക്കുമോ? നമ്മളിപ്പോൾ ഇച്ചിരി നീന്താനൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തരും. അപ്പം 2 ആളിറങ്ങുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഒരാളുണ്ട്. അപ്പം അയാൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമ്മളിറങ്ങും. നമ്മൾ ചാടുമ്പോൾ താന്നു പോകും. പിന്നെ കടലിലാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിന്ന് മേളോട്ട് നീന്തി പൊങ്ങി വരും. പൊങ്ങി വരുമ്പോഴത്തേക്ക് ഈ വളരെ റോപ്പൊക്കെ ചിലപ്പോൾ കഴുത്തിലൊക്കെ ആയിരിക്കും, ദേഹത്തൊക്കെ. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതാണ്ട് നിൽക്കണം. അപ്പോൾ ഇപ്പം വലിയ വലിയ വള്ളങ്ങളായതുകൊണ്ട് വന്ന് ദേഹത്തൊക്കെ വന്ന് കയറും. അപ്പം നീന്തി മാറണം, അങ്ങോട്ട് മാറണം, ഇങ്ങോട്ട് മാറണം. അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ച് കിടക്കണം. അപ്പം ഇത് എത്ര നേരം ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ പോയി കിടക്കേണ്ടി വരും? നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ബോട്ട് കറങ്ങി വരും. മൊത്തം അഴിക്കുന്ന ഒരു 10 മിനിറ്റിന്റെ അടുത്ത് വരും. സ്പീഡ് ഇങ്ങനെ വരും, 10 മിനിറ്റിനുള്ളിൽ വരും. അപ്പൊ അതുവരെ നീന്തി കിടക്കണം. അപ്പൊ വെള്ളം ഒഴുക്കനുസരിച്ച് ഈ കമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോവാ. അപ്പൊ ഇത് പിടിച്ചെടുക്കണം. നിങ്ങൾ ഈ കടലിലേക്ക് പോയി കഴിയുമ്പോ ഈ കരയൊക്കെ കാണാത്ത ഒരു ദൂരത്തിലേക്ക് പോവില്ലേ? പോകും. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഒക്കെ ഈ ദിക്ക് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇപ്പം സംവിധാനങ്ങളുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കടലിന്റെ ഓളം കരയ്ക്കോട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വരുന്ന ഉണ്ട്. കടല് തിര ഒടിയുമല്ലോ കരയ്ക്കോട്ട്. അപ്പൊ ആ ഓളം അനുസരിച്ച് അതായത് കരയുടെ ദിശയിലായിരിക്കും തിരയെന്നാണ്. ആണ്. എത്ര ദൂരം വരെ നിങ്ങൾ സാധാരണ പോകുമായിരുന്നു? കരയിൽ നിന്ന് ഒരു കിലോമീറ്റർ പറയാമെന്നെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. 20 പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. അതിനപ്പുറത്തോട്ടും പോകുന്നവരില്ലേ? പോകുന്നുണ്ട്. ചില മീൻ ദൂരെ വാങ്ങുന്ന സമയമുണ്ട്. അപ്പൊ അന്നേരം അതായത് കുറച്ചുകൂടെ അകലെ ഉണ്ട്, മീനുണ്ട്. അപ്പൊ അന്നേരം അന്തരീക്ഷമൊക്കെ മാറി വൃശ്ചിക മാസം ഒക്കെ ആകും. അപ്പോഴത്തേക്ക് ശാന്തതയാകും. ഈ അല്ലാതെ കാലവർഷങ്ങളിൽ അങ്ങനെ ചെല്ലത്തില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ഇറങ്ങണം, തീരത്ത് വരികയും വേണം. നല്ല സീസൺ ആണെങ്കിൽ, നല്ല കാലാവസ്ഥയാണെങ്കിൽ കുറച്ചൊക്കെ 20 കിലോമീറ്റർ വരെയൊക്കെ പോകും. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഒക്കെ പോകും. നമ്മൾ പറയുന്നതെല്ലാം ഈ നോട്ടിക്കൽ മൈലാണ് പറയുന്നത്. അപ്പൊ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ 1.8 ആണ്. അപ്പൊ 1 കിലോമീറ്റർ 850 മീറ്ററുമാണ്. 2 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പൊ ഈ നേരത്തെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നിലാവും സൂര്യനും കാറ്റും ഓളവും ഒക്കെ ഉള്ളു. ഇപ്പൊ എന്ന് പറയുമ്പോൾ എക്കോ സൗണ്ടർ, GPS ഒക്കെ വന്നതല്ലേ. പിന്നെ GPS-ന്റെ അനുസരിച്ചാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് കോമ്പസ് എടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ നമ്പർ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് വരുന്നു. അങ്ങനെയാണ്. നിങ്ങൾ ഈ പോകുന്ന 15-20 കിലോമീറ്ററിനകത്തൊക്കെയുള്ള ഭാഗത്ത് വലിയ തോതിൽ തിരകളുണ്ടോ സാധാരണഗതിയിൽ? തിരകൾ മിക്കവാറും ഇപ്പൊ ഈ കാലാവസ്ഥ മറന്നുണ്ട്. വലിയ നല്ല പൊക്കത്തിലാണ് വരുന്നത്. അത് ഏത് സീസണിലാണ് കൂടുതൽ വരുന്നത്? നമ്മുടെ ജൂൺ ജൂലൈ മാസത്തിലാണ്. അന്നേരമാണ് ഏറ്റവും കൂടുതലുള്ളത്. അന്നേരം വന്നപ്പോഴത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇച്ചിരി ഈ ബോട്ടൊക്കെ മടക്കുള്ള മീന് വില കിട്ടും. അതുകൊണ്ട് സാഹസമായിട്ട് പോകും. പോയാൽ പറ്റത്തുള്ളൂ. അന്നേരം അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പോയി എനിക്ക് മീൻ കിട്ടുന്ന കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആള് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അന്നേരം മീന് വിലയുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു പ്രധാന വള്ളവും
കൂടെ 2-3 ചെറിയ വള്ളങ്ങളുമായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രധാന വള്ളത്തിൽ മീൻ നിറയുന്നതനുസരിച്ച് ഈ ചെറിയ വള്ളങ്ങളിൽ കൊടുത്ത് തീരത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഈ പ്രധാന വള്ളത്തിൽ നമ്മൾ മീനെ പിടിച്ചിട്ട് ഈ ചെറിയ വള്ളത്തിലാണ് മറിക്കുന്നത്. അപ്പോൾ ഈ വലിയ വള്ളത്തിൽ മീൻ മറിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ വലിയ വള്ളത്തിൽ പ്രധാനമായിട്ടും വലയും ഈ ആൾക്കാരും ഒക്കെ അതുകൊണ്ട് മീൻ മറിക്കാനുള്ള സംവിധാനമുണ്ട്. അത് ചില സാഹചര്യം പോലെ എടുക്കത്തുള്ളൂ. ചിലപ്പം വേറെ വള്ളങ്ങളൊന്നും കിട്ടാതെ വരുമ്പോഴും പരമ്പരാ മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ ഐസ് കൊണ്ടുപോകത്തില്ലല്ലോ. ഐസ് കൊണ്ടുപോകാത്തപ്പോഴത്തേക്ക് നമുക്ക് പച്ച മീനാണ്. അപ്പം ഈ വലിയ വള്ളം അവിടെ കിടന്നിട്ട് ചെറിയ വള്ളത്തിൽ കൊടുത്ത് തീരത്തേക്ക് വിടുകയല്ലേ ചെയ്യുന്നത്? തീരത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് നമ്മളെ വിളിക്കും, ഫോണിൽ വിളിച്ചിട്ട് പറയും ഞാൻ വീണ്ടും ഇന്ന സൈഡ് വള്ളമുണ്ട് വരാൻ പറയും. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഈ കൊല്ലം തീരത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ എത്ര മീൻ കയറിയാലും അത് കരയ്ക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട്. അതെങ്ങനെയാണ്? അത് ഈ ചെറിയ വള്ളങ്ങളിൽ പകർത്തി കൊണ്ടുവരും. ഈ വലിയ വള്ളക്കാരാണല്ലോ ഇതിന്റെ ശരിക്കും പിടിച്ച ആൾക്കാർ. അപ്പൊ ഇത് വിൽക്കണമെങ്കിൽ അവരുടെ അനുവാദം വേണ്ടേ? വിൽക്കാൻ അവര് ഒരു ആളെ നിർത്തിയിട്ടുണ്ട്. അതിന് ലേല ചെയ്യുന്ന ആളെന്ന് പറയും. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് അവർക്കാണ് കൊടുക്കുന്നത്? അവർക്കാണ്. അപ്പൊ അവർക്കാണ് അത് വിൽക്കാനുള്ള അധികാരം. അവര് ലേലം ചെയ്തിട്ടാണ് നമുക്കതിന് പൈസ. അതിന്റെ ഒരു ശതമാനമുണ്ട്, ഓരോ മീനും ഒരു ശതമാനമുണ്ട്. അപ്പം ഇപ്പൊ ഒരു ചെറിയ വള്ളക്കാരൻ എന്ന് പറയുമ്പോൾ ഇത് പ്രൈവറ്റ് വാഹനമാണ്. ഇപ്പം എന്നെ പോലെയുള്ളതാണെങ്കിൽ മത്തിക്ക് 20% തരും. 1 ലക്ഷം രൂപ നമുക്ക് 20% തരും. ഈ 20%-ത്തിലാണ് നമ്മുടെ എണ്ണ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു പ്രധാന വള്ളം കടലിലേക്ക് പോകുന്നു മത്സ്യത്തൊഴിലാളികളുടെ, ഒപ്പം 2 ചെറിയ വള്ളങ്ങൾ അല്ലെങ്കിൽ ഫീഡർ ബോട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ബോട്ടുകൾ കൂടെ പോകുന്നു. ഈ പിടിക്കുന്ന മത്സ്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതിനെ ഈ ചെറിയ വള്ളങ്ങളിലേക്ക് നിറയ്ക്കുന്നു. ചെറിയ വള്ളം പെട്ടെന്ന് തന്നെ തീരത്തേക്ക് പോരുന്നു അല്ലേ? പ്രധാന വള്ളം കടലിൽ തന്നെ നിന്ന് വീണ്ടും പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. തീരത്തേക്ക് വരുന്ന ഈ വള്ളത്തിലുള്ള മീനിനെ ഈ പ്രധാന വള്ളക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏജന്റിന്റെ കയ്യിലേക്ക് നിങ്ങൾ കൈമാറുന്നു. എന്നിട്ട് വീണ്ടും ചെല്ലാൻ ആവശ്യപ്പെട്ടാൽ വീണ്ടും കടലിലേക്ക് പോകുന്നു. ഇങ്ങനെയാണോ നടക്കുന്നത്? ഇങ്ങനെയാണ് നടക്കുന്നത്. ഈ കടലിൽ നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ റേഞ്ച് കിട്ടുമോ? റേഞ്ച് കിട്ടും. എത്ര അകലെ വരെ കിട്ടും? ഒരു 20 കിലോമീറ്റർ ഒക്കെ കിട്ടും. ആണല്ലേ? പിന്നെ ഇപ്പം സീ ഫോൺ എന്നും പറഞ്ഞൊക്കെ ഉണ്ട്, ബോട്ടിലൊക്കെ ഉണ്ട്. അതിനൊക്കെ റേഞ്ച് കൂടുതൽ. അതൊക്കെ സാറ്റലൈറ്റ് വഴിയുള്ള ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ സേഫാണ്, കമ്മ്യൂണിക്കേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഉണ്ട്. നേരത്തേക്ക് എന്ന് പറയുമ്പോൾ രക്ഷയൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ല, വന്ന് അത്രേ ഉള്ളൂ. ഓക്കെ. പ്രധാന വള്ളത്തിൽ പോകുന്ന ആളുകൾക്ക് 10, 20, 25 പേരൊക്കെ ഉണ്ടാവും, ചിലപ്പം 30 പേര് വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ പോകുമ്പോൾ. അത്തരം ഈ 30 പേർക്ക് ഓരോ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടോ കൃത്യമായിട്ട്? ഉണ്ട്. അതുണ്ടെങ്കിലേ ഇത് ഇത്രയും ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് വല കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സൈഡിൽ നിൽക്കുന്നവരുണ്ട്. വല അടിച്ചുകൊണ്ട് പോകുമ്പോൾ റോപ്പ് വിടുന്നതിന് ഒരാളുണ്ട്. പിന്നെ ഇത് റിംഗ് ഉണ്ട്. റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 100 ഇങ്ങനെ വളയുമ്പോൾ അതിനകത്തൂടെ റോപ്പ് സ്പീഡിലാണ് പോകുന്നത്. വലയും സ്പീഡിൽ ഇറങ്ങിയപ്പോൾ റോപ്പ് പോകുന്നതാണ്. അപ്പോൾ അത് പിടിക്കുവാനും അത് വിടാനും ഇതെല്ലാം ഒരാളുണ്ട്, ഓരോരുത്തർ പ്രത്യേക ആളുണ്ട്. എല്ലാവരും അലർട്ടായിട്ട് നിൽക്കണം, നിന്നാലേ പറ്റത്തുള്ളൂ. ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിന് പോയി. ഏറ്റവും അപകടമുള്ള മേഖലയാണ്. ചിലപ്പോൾ റിങ്ങുകാലിൽ കുരുങ്ങി ആളങ്ങ് പോകും. ആള് പോകുമ്പോഴത്തേക്ക് ചിലപ്പം മിക്കവാറൊക്കെ അപകടപ്പെടും. പിന്നെ ചിലപ്പോൾ ഒക്കെ ആളുകൾ രക്ഷപ്പെടാറുണ്ട്. ജോൺ ഇങ്ങനെ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം വല അടിച്ചോണ്ട് വല ഇറക്കിക്കൊണ്ട് പോയ സമയത്ത് ഏത് കാലഘട്ടത്തിൽ അത് നമ്മുടെ അഴീക്കൽ തീരത്ത് വെച്ച് കുറച്ച് തന്നെ നമ്മുടെ കരുനാപ്പള്ളി സൈഡ് വരും. അതെന്ന് പറയുമ്പോൾ ഒരു 12 കിലോമീറ്റർ അകലെയാണ്. അപ്പം വള്ളം പോയിക്കൊണ്ട് വല അടിച്ചുകൊണ്ട് പോയി. അപ്പം കടൽ ഭയങ്കര ഉയരമുള്ള സമയമായിരുന്നു, റഫായിരുന്നു, ഭയങ്കര. അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ അടിച്ചോണ്ട് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ റോഡിൽ പോകുന്നതല്ലോ, ഇങ്ങനെ കിടന്ന് ഭയങ്കര ഒലച്ചിലായിരിക്കും. ഈ ഒലഞ്ഞ സമയത്ത് ഒരാൾ തെറിച്ച് വെള്ളത്തിൽ പോയപ്പോഴത്തേക്ക് ഈ വല പോയി കഴിഞ്ഞാൽ ഈ വല അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല, റിവേഴ്സ് ഇടാനോ നിർത്താനോ പറ്റത്തില്ല. വല കയറി പിള്ളേർ ചുറ്റും. ഈ അടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഞാൻ വെള്ളത്തിൽ ചാടി ഇയാളെ കറങ്ങി വരും വരെ എടുത്ത്, എന്നിട്ട് പിന്നെ ചെറിയ ക്യാരറ്റ് വന്ന് ഇയാളെ എടുത്തു. അപ്പോൾ ഇയാള് ഇപ്പം സ്പീഡിൽ പോകുന്നതല്ലേ, നമ്മൾ നീന്തി ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒഴുക്കനുസരിച്ച് ഒരു 2-3 മിനിറ്റ് ഒക്കെ എടുക്കും. അങ്ങനെ ആള് നീന്തി കിടന്ന് അവശനായിട്ട് വന്നിട്ട് നമ്മൾ ചെറിയ വെള്ളത്തിലെടുത്തിട്ട്, എനിക്ക് ലൈഫ് ഗാർഡിന് ഫസ്റ്റ് എയ്ഡ് അറിയാവുന്നതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കരയ്ക്ക് വന്ന് ആള് രക്ഷപ്പെട്ടു. നീന്തൽ അറിയാവുന്ന ആളല്ലേ ഇയാളും? ആന്ന്. എന്നിട്ടും പൊങ്ങി കിടക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് പേടിയായി പോകും. പിന്നെ കടലിൽ പെട്ടെന്ന് വീഴുന്നല്ലേ, പ്രതീക്ഷിക്കാതെ നമ്മൾ വെള്ളത്തിൽ വീഴുന്നു. നമ്മൾ ഈ ചില സിനിമകളിലും സാഹിത്യത്തിലും ഒക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒത്തിരി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഈ കടപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഉള്ളതായിട്ടാണ്. ഇപ്പോഴും അത്തരം വിശ്വാസങ്ങളൊക്കെ ആളുകൾക്കുണ്ടോ? അതായത് ഇന്ന സമയത്ത് പോയാൽ കാര്യം നടക്കും, ശകുനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും ഉണ്ടോ? വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവരും ആണല്ലോ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്.
ചെറിയ അഴിക്കൽ ഭാഗത്തുള്ള. അപ്പോൾ അവർക്ക് അവരുടെ വിശ്വാസമുണ്ട്. അവർ ചിലപ്പം നമ്മുടെ അവരവരുടെ വിശ്വാസമുള്ള അമ്പലത്തിൽ പോകും. അമ്പലങ്ങളിൽ പോവുക പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം ഈ വള്ളം വെള്ളത്തിലേക്ക് ഇറക്കേണ്ട സമയമുണ്ട് സാറേ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ശാന്തിയുടെ പോയിട്ട് ആ ഒരു ടൈം എടുക്കും. ഈ ചന്ദ്രൻ്റെ അനുസരിച്ച് ഈ ഏറ്റം ഇറക്കം ഉള്ളതാണ്. അപ്പോൾ ഈ ഏറ്റ സമയത്ത് കടലിലെ പ്രസ്ഥാനങ്ങൾ നനയ്ക്കത്തുള്ളൂ. ഏറ്റ സമയത്തെ ഇറക്കത്തുള്ളൂ. മെയിൻ്റനൻസിന് കയറ്റി കഴിഞ്ഞാലും പിന്നെ ജാടി നിന്ന് ഏറ്റത്തിന് ഇറക്കത്തുള്ളൂ. വേലിയേറ്റ സമയത്ത് ഇറക്കത്തുള്ളൂ. അല്ല ഇറക്ക സമയത്ത് കടലിലെ ഒരു പ്രസ്ഥാനം. അത് പക്ഷേ വിശ്വാസത്തെക്കാൾ ഒരു സയൻസ് അല്ലേ? സയൻസ് തന്നെ. കാരണം ആ സമയത്ത് വെള്ളം പൊങ്ങി നിൽക്കുന്ന ആ രീതിയിലാണ് സയൻസ്. ഈ സയൻസ് അനുസരിച്ചാണ് ഇവര് നമ്മളേത് വിശ്വസിച്ചെന്നാലും അവരത് സമയം കുറിച്ച് തരുന്നത്. ജോണൊക്കെ ക്രിസ്തുമത വിശ്വാസികളാണല്ലോ. ഈ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടോ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ? വിശ്വാസമുണ്ട്. അതുപോലെ ഇതിന്റെ പക്കം കാലം അങ്ങനെയൊക്കെ എന്തൊക്കെ ഇപ്പൊ 10ാം അവധയും കഴിഞ്ഞേ ഉള്ളു. അപ്പൊ ആ 10ാം അവധി വന്നപ്പോ നമ്മുടെ സൂര്യൻ നേരെ വരുന്ന ആ 10ാം ഉദയത്തിന് പ്രസ്ഥാനം നനച്ചിടുന്ന ഉണ്ട്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ കടലിൽ പോകുന്ന വള്ളങ്ങൾ കൊണ്ടുവന്ന് കടലിൽ നനയ്ക്കുന്ന പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ പൊഴി നമ്മുടെ അഴിവ് കയറിയിട്ട് എൻ്റെ അമ്പലത്തിന് നേരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലത്തോടൊരു 3 പ്രാവശ്യം കറക്കും. കറക്കിയിട്ട് ചിലപ്പോൾ അന്ന് പണിക്ക് പോകുന്നില്ലെങ്കിൽ കൊണ്ടുവന്ന് കറക്കിക്കൊണ്ട് കെട്ടിയിടും. കടലിൽ പോയാലും പോയില്ലെങ്കിലും ഇങ്ങനെ ചെയ്യും. ആ പ്രത്യേക ദിവസങ്ങളിലൊക്കെ എടുത്ത് ചെയ്യും. അപ്പോൾ അമ്പലങ്ങളിൽ കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ അഴീക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് 3-4 അമ്പലമുണ്ട്. അപ്പോൾ ഈ 3-4 അമ്പലത്തിൻ്റെ അടുത്ത് കറക്കും. അപ്പം പള്ളിയുണ്ട്, പള്ളിയുടെ കുരിശടി കടർത്തിയെടുത്ത് അപ്പോൾ അവിടെയും കൊണ്ടുവന്ന് കറക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ജോണിന്റെ വീട്ടിൽ വേറെ ആരൊക്കെയാണ് ഈ മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്? വീട്ടിൽ ഞാനും എൻ്റെ അപ്പനും ഉള്ളു. പിന്നെ സഹോദരി പെങ്ങളാണ്. പെങ്ങളുടെ ഭർത്താവ് എൻ്റെ കൂടെ പണിക്ക് വരുന്നു. ജോണിന് സ്വന്തമായിട്ട് ബോട്ടുണ്ട്? എനിക്ക് ഒരു കാരിയർ വള്ളമുണ്ട്. കാരിയർ വള്ളം? വലിയ വള്ളത്തിന്റെ കൂടെ പോകുന്ന ചെറിയ വള്ളമുണ്ട്. അത് ഏത് വള്ളത്തിന്റെ കൂടെ ഇപ്പൊ പോകുന്നത്? ഇപ്പൊ ഞാൻ പോകുന്നത് ദേവി ദാസർ എന്ന് പറഞ്ഞ വള്ളമാണ്. ഓരോ മാസവും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒക്കെ വേണമെങ്കിൽ വേറെ വള്ളത്തിന്റെ കൂടെ പോകില്ലേ? അത് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് നിൽക്കും, ചിലപ്പം വള്ളക്കാർ ആത്മാർത്ഥമായിട്ട് നിൽക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരും. ഇപ്പൊ എന്റെ കൂടെ 3 തൊഴിലാളി എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയും നമുക്ക് പോകണ്ട, അവർ നമ്മളോട് ഇങ്ങനെ കാണിച്ച് ഇച്ചിരി പൈസ കുറച്ച്, ഇച്ചിരി മീൻ മറിച്ചത് കുറഞ്ഞ്. അപ്പോൾ അതൊക്കെ കടലിലെ സാഹചര്യം. ഇപ്പം നമ്മൾ പ്രൈവറ്റ് വള്ളങ്ങൾ കൂടുതലുണ്ട്. അപ്പം അവർ വരുമ്പോൾ അവർക്ക് കൊടുത്തേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നല് നമ്മൾ ഇവരെ സ്ഥിരമായിട്ട് പോകുന്നത് നമുക്ക് തരുന്നില്ല എന്നൊരു തോന്നൽ വന്ന് നമ്മൾ മാറിപ്പോകും. അവർ മാറാനും പറയും, നമ്മളും മാറാനും പറയും, നമ്മളും മാറിപ്പോകും. അങ്ങോട്ടും ഉണ്ട്. എന്നാലും പിന്നീട് ഈ പണക്കങ്ങളൊന്നുമില്ല. വീണ്ടും നമ്മൾ മീൻ കയറുമ്പോൾ നമുക്ക് തരുകയും ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏത് സമയത്ത് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്? മീൻ കിട്ടുന്നത് ഈ മുടക്ക സമയത്താണ് കൂടുതൽ കിട്ടുന്നത്. അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇങ്ങനെ സമയങ്ങളിലാണ്. ആ സമയത്താണ് പൊതുവെ ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്നത്. ട്രോളിംഗ് നിരോധന സമയത്ത് മീൻ കിട്ടുന്നതിന് വില കൂടുതൽ കിട്ടും. മീനും കൂടുതൽ കിട്ടും, വിലയും കൂടുതൽ കിട്ടും. ഈ ട്രോളിംഗ് എന്തിനാണ് ശരിക്കും? ട്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മീനിന്റെ കുഞ്ഞുങ്ങൾ മുട്ട ഏതൊന്നും നശിച്ചു പോയിരിക്കാൻ വേണ്ടിയുള്ള സംഭവം. അതായത് മീനിന്റെ പ്രജനനം നടക്കുന്ന, കുഞ്ഞുങ്ങളുണ്ടാകുന്ന, മുട്ടയിടുന്നൊക്കെ സമയമാണ് ഈ ജൂൺ ജൂലൈ മാസം അല്ലെ, കർക്കിടക മാസം ഒക്കെ വരുന്ന സമയത്ത്. ആ സമയത്ത് അതിനെ കോരിയെടുത്ത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തി മൊത്തം ഇങ്ങനെ വടിച്ചു കോരുന്നത് നിർത്താൻ വേണ്ടി അങ്ങനെ അടിയിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ അത് നിർത്തുന്നത്. ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ ആഴത്തിലേക്ക് മലയിട്ട് പിടിക്കുന്നുണ്ടെന്നാണല്ലോ പൊതുവെ പറയുന്നത്. വലിയ വലയാണ്. അപ്പൊ ഈ കൂടുതലും ഈ 2 വലയാണ് ഉപയോഗിക്കുന്നത്. 2-3 വല ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം വലിയ മീനെ പിടിക്കാൻ, നെമ്മീനൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള വലയുണ്ട്. പിന്നെ അയിലയൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കണ്ണി വലുതായ വലയുണ്ട്. അപ്പൊ അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാം. ഇത് മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ കണ്ണിയാണ്, താങ്ങുവല എന്ന് പറയും. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ 22 വടക്കോട്ടൊക്കെ 18 മില്ലി എന്നൊക്കെയാണ്. അപ്പൊ അപ്പം തെളിഞ്ഞതാകുമ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യാം. കൂടുതൽ വലയിട്ട് കൂടുതൽ ദൂരത്തിലിട്ട് അടിക്കുകയും ചെയ്യാം. വലിയ മീൻ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ വലയിൽ കണ്ടമാനം മീൻ കുടുങ്ങില്ല. ചെറിയ മീൻ കുടുങ്ങും വെച്ചാൽ ഈ ചൂട പിടിക്കുന്ന മീനുണ്ട്. അത് ചെറിയ നെറ്റാണ്. അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പം പരമ്പര മത്സ്യത്തൊഴിലാണെങ്കിൽ ഈ സീസൺ സമയത്ത് അതിനകത്ത് കയറി ഒരുപാട് കുഞ്ഞു മത്സ്യങ്ങൾ ചത്തുപോകുന്നുണ്ട്. ചെറുമീനെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പെറ്റിയടിക്കും. പിന്നെ ചിലപ്പം ആഴ്ചയോളം വിടത്തില്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ്. ചിലപ്പം വാണിങ്ങന്ന് വിടും. പക്ഷെ വാണിങ്ങന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ പെട്ട് അതിൽ നിന്ന് 25,000 വലിയ ബോട്ടുകാർക്ക് 2.5 ലക്ഷം രൂപയൊക്കെയാണ്. അത്രയും ഫൈൻ അടയ്ക്കും അല്ലേ? ഫൈൻ അടയ്ക്കും. വിദ്യാഭ്യാസമൊക്കെ കിട്ടി പുതിയ തലമുറ മറ്റ് ജോലിയൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഇപ്പം ഇല്ലേ? കൂടുതൽ ഉണ്ട്. തലമുറ ഈ രംഗത്ത് വരുന്നില്ല. പുതിയ ആളുകൾ വരുന്നില്ല. ഏകദേശം ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രസ്ഥാനങ്ങൾ കുറഞ്ഞു വരും. ഇപ്പം പിന്നെ മറ്റ് ബംഗാളികളൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് വള്ളങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർ ഈ സീസൺ സമയം കഴിയുമ്പോൾ അവർ ഇപ്പോൾ ഈ പണിയില്ലെങ്കിൽ അവരപ്പോഴേ തട്ടി അങ്ങ് പോകും. ഒരുമാതിരി സാമ്പത്തിക അച്ചടക്കത്തോടെയൊക്കെ ജീവിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളതും കടലിൽ നിന്ന് കിട്ടില്ലേ? കിട്ടും. ഒരു കുഴപ്പമില്ല. ഉണ്ട്.
പിന്നെ ഇതിനകത്തെന്ന് പറയുമ്പോൾ ചിലവ് വരുന്നതാണ്. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഇതിനകത്ത് പോകുമ്പോൾ കിട്ടത്തില്ല. ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു വലിയ വള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് 1 കോടി രൂപയോളം വിലയാണുള്ളത്. അത്രയും വില വരുന്നത്? അത്രയുണ്ട്. 2 വലയുണ്ട് ഇപ്പോഴത്തെ 2 സൈഡിലും. വലയ്ക്കാണോ വള്ളത്തിനാണോ വില കൂടുതൽ? വള്ളത്തിനാണ്. വള്ളത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് വള്ളത്തിനും എഞ്ചിന് മാത്രം തന്നെ 80 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അതായത് ഈ 72 അടി ഉള്ള 72 അടി വള്ളം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ചൂടവലയും ഈ താങ്ങുവലയും രണ്ട് സൈഡ് വെച്ചിട്ട് അടിക്കുന്നത്. അപ്പൊ നമ്മള് കടലിലോട്ട് പോകുമ്പോൾ ചൂടയെ കാണുന്നെങ്കിൽ ഈ അകത്തിരിക്കുന്ന വല അടിക്കും. ചൂടയേക്കാളും വലിയ മീൻ അടിക്കുന്നെങ്കിൽ പുറത്തിരിക്കുന്ന വല അടിക്കും. അപ്പൊ ഇങ്ങനെ 2 വലയാണ് കൂടുന്നത്. 1 കോടി രൂപ വരുന്ന പ്രസ്ഥാനത്തിൽ ആണ് പോകുന്നത്. അപ്പം ഇതിനകത്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോൾ ചൈന എഞ്ചിനാണ്. 1 മണിക്കൂർ 50 ലിറ്റർ ഡീസൽ വേണം. 10 മണിക്കൂർ ഓടുമ്പോൾ അങ്ങനെ 10 ദിവസം കിട്ടിയില്ലെങ്കിൽ എത്ര സംഭരണം പെട്ടുപോകും. അന്നേരമാണ് ഈ ലോൺ എടുക്കുന്നത്, മത്സ്യബന്ധനത്തിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നത്. അങ്ങനെ ഈ പണി കിട്ടാതെ വന്ന് തകർന്നു പോയ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കപ്പലുകളുടെ പാതയും ഉണ്ടാവില്ലേ അവിടെ? ഉണ്ട്, കപ്പലുകളുണ്ട്. കപ്പലുകൾ പാസ് ചെയ്യില്ലേ? പാസ് ചെയ്യുമ്പോൾ വള്ളത്തിൽ ഇടിച്ച് വല നെറ്റും കൊണ്ടുപോകുന്ന ബോട്ട് അതൊക്കെ സ്ഥിരം സംഭവിക്കുന്ന സംഭവമുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ രക്ഷപ്പെടുത്തലാണ് നിങ്ങളുടെ ജോലി അല്ലേ? ലൈഫ് ഗാർഡിന്റെ ജോലി. രക്ഷപ്പെടുത്തുക എന്നാണ് ലൈഫ് ഗാർഡിന്റെ ജോലി. കടലിലോട്ട് ബോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തം മൊത്തം ലൈഫ് ഗാർഡിന്റെ കയ്യിലാണ്. ഒരു ബോട്ട് മറിഞ്ഞു, ഞങ്ങൾ 3, 4, 5 പേരും കൂടെ പോയ സമയത്ത് ബോട്ട് മറിഞ്ഞ് കിടക്കുക. നീണ്ടാര ഹാർബർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള ഹാർബറാണ്. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ നല്ല ശ്രമം നടത്തി ആണ് ആടിനെ പറ്റ ചെല്ലുന്നത്. അങ്ങനെ അവരെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വള്ളം കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് വീണ് കിടക്കുക. ഈ ലൈഫ് ഗാർഡ് ആയിരുന്ന സമയത്ത് അപകടങ്ങളിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മരണങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ എത്ര ബോഡി എടുത്തിട്ടുണ്ടോ? ബോഡി ഒരു 150 ബോഡി എടുത്ത് കൊടുത്തിട്ടുണ്ട്. കടലിൽ നിന്ന് കരയ്ക്കോട്ട് തീരത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് തിരമാല ഉയരുകയും വള്ളം ഓടി വീണ് വള്ളത്തിലെ വലയങ്ങ് ഇറങ്ങിയങ്ങ് പോയി. നമ്മൾ വലയുടെ പുറത്ത് ആളിരിക്കും, നേരം ഇരിക്കുകയല്ലേ. അപ്പോൾ വെള്ളത്തിലേക്ക് പോകും. അപ്പം വെള്ളത്തിൽ തെറിച്ചു പോയി പിന്നെ ഒരാൾ പൂർണ്ണമായിട്ടും പോയി. അയാൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ 2018 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ വള്ളമായിട്ട് പോയി. ഞങ്ങൾ വന്നത് ചെങ്ങന്നൂർ, കല്ലിശ്ശേരി, പാണ്ടനാട് സ്ഥലത്താണ്. ഞങ്ങൾ 2 ദിവസം കൂടെ ഒരു 10-250 വരെ രക്ഷപ്പെടുത്തി. ഒരു കൈക്കുഞ്ഞ് എനിക്ക് വന്ന് ഒരു മാസം പ്രായമൊക്കെ ഉള്ളു. അത് ഇങ്ങനെ സിറ്റൗട്ട് നിൽക്കുകയാണ്. ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങി നീന്തി ചെന്നിട്ട് നമുക്ക് നിലയില്ല. അപ്പം ഇവരെ പിടിച്ചുകൊണ്ട് ഒന്നും പറ്റത്തില്ല. വള്ളം ഒട്ട് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരിക്കലും പോകത്തതുമില്ല. ഈ സുനാമി ഉണ്ടായ സമയത്ത് ജോണ് അന്ന് എവിടെയായിരുന്നു? നിങ്ങളുടെ ആ പ്രദേശത്താണല്ലോ സുനാമി ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. ഒരു 7 മീറ്റർ പൊക്കത്തിലാണ് വെള്ളം വരുന്നു. എല്ലായിടത്തും വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വള്ളം മുന്നോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഫ്രിഡ്ജും ടിവിയും കലവും തടിയും എല്ലാം കൊണ്ട് ഒഴുകി വരികയാണ്. എൻ്റെ അയലത്തെ 2 പെൺകുട്ടികൾ മരിച്ചു. അടുത്തൊരു കായലുണ്ടായിരുന്നു, ചെറിയ തോടുണ്ട്. ആ തോടിൻ്റെ അപ്പുറത്ത് മാറി അടിഞ്ഞു കിടന്ന് ആരും കണ്ടില്ല. അങ്ങനെ 2-ാം ദിവസം അവരെ കിട്ടി. എന്നെ കൊണ്ടുവന്നാണ് ആ കുട്ടികളെ തിരിച്ചറിഞ്ഞത്.